PSC ടീച്ചർ ഇൻ്റർവ്യൂ അഭിമുഖത്തിന് എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തേണ്ടത്? ഈ ഒരു സംശയം ഏതൊരു കാൻഡിഡേറ്റിനും ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു അഭിമുഖത്തിന് മുന്നൊരുക്കമായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഇവിടെ നിങ്ങൾക്കായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. ഒരു ഉദ്യോഗാർത്ഥി വിജയകരമായിട്ട് എഴുത്തു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിനുള്ള തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ആരംഭിക്കേണ്ടതുണ്ട്. അഭിമുഖത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ പോയിൻ്റായിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, പ്രിപ്പയറിംഗ് ഡ്രസ്. എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ ആളുകൾ ആദ്യം ചിന്തിക്കുന്ന എന്താണ്? ധരിക്കാനുള്ള വസ്ത്രത്തെക്കുറിച്ചാണ്. ഇൻ്റർവ്യൂവിന് ഏത് വസ്ത്രം ധരിക്കണം? അധ്യാപക വൃത്തിക്ക് അനുയോജിക്കുന്ന തരത്തിൽ യോജിക്കുന്ന തരത്തിലുള്ളൊരു വസ്ത്രമായിരിക്കണം നമ്മൾ ഇൻ്റർവ്യൂവിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അത് സാരിയാകണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ പോലും ഡ്രസ് പാറ്റേൺ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഒരു ഇൻ്റർവ്യൂ പാനലിൽ നമ്മുടെ ഒരു അപ്പിയറൻസിൽ തന്നെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വൃത്തിയുള്ള നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. ഡ്രസ്സ് അലക്കി ഇസ്തിരിയിട്ട് നേരത്തെ തന്നെ അത് സെറ്റാക്കി വെക്കുക എന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ബയോഡാറ്റ ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെപ്പറ്റി വിശദമായിട്ടൊരു ക്ലാസ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. മുൻപൊക്കെ ഇൻ്റർവ്യൂവിന് ചെന്ന് PSC ഓഫീസിൽ വെച്ചാണ് നമ്മൾ അവിടെ ഇരുന്നാണ് ബയോഡാറ്റ ഫില്ല് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അത് നമുക്ക് പൂരിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യമുണ്ട്. നമുക്ക് എന്നാണ് ഡേറ്റ് കിട്ടുക അന്ന് തന്നെ നമുക്ക് ആ ഡേറ്റിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ബയോഡാറ്റ പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യം അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 28A 28 ഇങ്ങനെ 2 ബയോഡാറ്റകളാണുള്ളത്. ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് പൂരിപ്പിച്ച് വേണം നമ്മൾ ഇൻ്റർവ്യൂവിന് ഹാജരാകാനുള്ളത്. ബയോഡാറ്റയുടെ ഫോർമാറ്റിലും ഇപ്പോൾ പുതിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ബയോഡാറ്റ ഫോം എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിലെത്തുന്ന നമ്മളോട് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് സ്വയം പരിചയപ്പെടുത്താനായിരിക്കും. സ്വയം പരിചയപ്പെടുത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെല്ലാം കാര്യങ്ങളാണ് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടത്, അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു വീഡിയോയും തുടർന്ന് ഞാൻ ചെയ്യുന്നതായിരിക്കും. എങ്കിൽ പോലും നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. നിങ്ങളുടേതായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക. പ്രത്യേകിച്ച് UP ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ LP ഇൻ്റർവ്യൂ ഓൾറെഡി കഴിഞ്ഞു. ഏതൊക്കെ ക്രമത്തിലാണ് പറയേണ്ടത്, നമുക്ക് മൈലേജ് കിട്ടാൻ സാധ്യതയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്, കാര്യങ്ങളെല്ലാം നമ്മൾ മുൻകൂട്ടി ആലോചിച്ച് തയ്യാറാക്കി വെക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ നോർമലായി പോകും. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് മാർക്ക് നേടിത്തരുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സെൽഫ് ഇൻട്രോ ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. നെക്സ്റ്റ് വൺ, ഡെമോൺസ്ട്രേഷൻ ക്ലാസ്. നാലാമത്തേതാണ് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തുള്ളത്. ഏത് വിഷയത്തിലാണ് ക്ലാസ് എടുക്കുക നമ്മളോട് പറയാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് LP UPയിൽ എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിപ്പിക്കണം. HST ഒക്കെ ആണെങ്കിൽ നമുക്ക് സെലക്റ്റഡ് ആയിട്ട് നമുക്കറിയാം നമ്മൾ ഏത് സബ്ജക്റ്റ് ആണ് എന്നുള്ളത്. പക്ഷേ LP UPക്കാർ അവർക്കുള്ള എല്ലാ സബ്ജക്റ്റിനും ഏതെങ്കിലും ഒരു ടോപ്പിക്ക് വീതം ഒരുങ്ങിയിരിക്കണം. അതുപോലെ ചിലപ്പോൾ അവർ ടോപ്പിക്ക് തരും, എന്നിട്ട് നമ്മളോട് എടുക്കാൻ പറയും. അതിനായാലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് നമ്മൾ ലക്കിയാണ്. നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു പോയത് എടുക്കാനായിട്ട് ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്ക് സെലക്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് അവിടെ അവതരിപ്പിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഫോർമാറ്റിലായിരിക്കണം നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്ലാസ് എന്ന് പറയുന്നത് ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം.
ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കണം, പ്രോസസ് ഓറിയൻറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഔട്ട്കം ബേസ് ചെയ്ത് വേണം നമ്മൾ ക്ലാസ് പ്ലാൻ ചെയ്യാനായിട്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസ ചിന്തകരായിട്ടുള്ള പാവ്ലോ, തോണ്ടൈക്ക്, സ്കിന്നർ ഇവരെല്ലാം മുന്നോട്ട് വെച്ച ബിഹേവിയറിസ്റ്റ് ഫോർമാറ്റ് എന്നുള്ളൊരു പാറ്റേൺ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കണം എടുക്കേണ്ടത്. നമുക്ക് മാക്സിമം ഒരു 5 to 10 മിനിറ്റ് ആയിരിക്കും നമുക്ക് ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിന് കിട്ടുക. ആ ഒരു സമയപരിധിക്കുള്ളിൽ നമ്മുടെ സ്കില്ലുകൾ എടുത്തു കാണിക്കുന്ന വിധത്തിലുള്ള ഒരു ക്ലാസ് ആയിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ടീച്ചിങ് എയ്ഡ്സ് ഒന്നും അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ക്ലാസ് നിങ്ങൾ സെലക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ക്ലാസ് എടുത്ത് പരിശീലിക്കാം. അതൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് 5ാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു മോക്ക് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇൻ്റർവ്യൂവിന് പോകും മുമ്പ് പിയർ ഗ്രൂപ്പ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചേർന്ന് ഒരു മോക്ക് ഇൻ്റർവ്യൂ നടത്തി പരിശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിനെ തുടർന്ന് കൂട്ടുകാരുടെ ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, മുഖത്തുള്ള ഫേസ് എക്സ്പ്രഷൻസ്, ഇതൊക്കെ മാനറിസംസ്, ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിലുള്ളൊരു മോക്ക് ഇൻ്റർവ്യൂ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൈൽ ഓഫ് ടോക്കിംഗ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 6ാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാവുന്നത് ഡിസ്കസിങ് വിത്ത് എക്സ്പീരിയൻസ് ടീച്ചേഴ്സ്. നമ്മൾ മുൻപ് ഏതെങ്കിലും ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരായിട്ട് സംസാരിക്കാം, അവരുടെ അനുഭവങ്ങൾ കേൾക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസൊക്കെ ഒരുപാട് യൂട്യൂബിൽ തന്നെ ഒരുപാട് ടീച്ചേഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് കേട്ട് പോവുക. നമ്മുടെ ഈ ഒരു ചാനലിലും ഞാൻ എൻ്റെ LP ഇൻ്റർവ്യൂ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കേട്ട് പോവുക. എൻ്റേത് മാത്രമല്ല, എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന എടുത്തു നിന്നെല്ലാം ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് കേട്ട് പോകുന്നത് നിങ്ങളുടെ ഇൻ്റർവ്യൂവിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഇത്തരത്തിലെല്ലാം ചോദ്യങ്ങൾ വരാം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇത്തരം പല കാൻഡിഡേറ്റ്സിൽ നിന്നും അവരോട് ചോദിച്ച ചോദ്യങ്ങളാണ്. എങ്കിൽ പോലും നേരിട്ട് ഒരാൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലതാണെന്നാണ് എനിക്കും തോന്നുന്നത്. നെക്സ്റ്റ് വൺ, റീഡിങ് ദ ന്യൂസ് പേപ്പർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് മുമ്പ് ഒരു 2 മാസം മുൻപ് മുതലുള്ള ന്യൂസ് പേപ്പറെങ്കിലും തീർച്ചയായിട്ടും നന്നായി വായിക്കുക. പ്രത്യേകിച്ച് ആ ഒരാഴ്ചയിലത്തെ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക. അതുപോലെ തന്നെ സമകാലിക സംഭവങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. പത്രം വായിക്കുമ്പോൾ നമ്മളൊരു ബുക്കും പേനയും കയ്യിൽ വെക്കുക, പ്രധാന സംഭവങ്ങളൊക്കെ എഴുതി വെക്കുക. സ്പോർട്സ്, അതുപോലെ സിനിമ, രാഷ്ട്രീയം, അവാർഡുകൾ, സാഹിത്യം, ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നോക്കി പോകണം. ഡയറിയിലൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഡേറ്റ് തന്നെ നോക്കി പോവുക, ഓരോന്നും എഴുതുക, നോക്കി പോവുക. നെക്സ്റ്റ് വൺ, പത്രത്തിൻ്റെ എഡിറ്റോറിയൽ, ആ ഒരു സെക്ഷൻ കൂടി വായിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അത് നമ്മളോട് നേരിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു സംഭവം റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് എഡിറ്റോറിയൽ പേജ് വായിക്കുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പറയുന്ന ഓരോ ഉത്തരവും അടുത്തൊരു ചോദ്യത്തിനുള്ളൊരു കുന്തമുന ആയിട്ട് മാറും. നിങ്ങൾ എന്ത് ഉത്തരമാണ് പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും അടുത്ത ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് തന്നെ പറയേണ്ട ഉത്തരങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളത് നമ്മൾ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് അതിനെപ്പറ്റി, ആ ഒരു ഉത്തരത്തെ പറ്റി പിന്നീട് ചോദിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പാക്കിയിട്ടുള്ള ഉത്തരങ്ങൾ മാത്രം പറയാനായിട്ട് ശ്രമിക്കുക. ഇത് ചിലപ്പോൾ ഇൻ്റർവ്യൂ അവിടെ എത്തുമ്പോൾ നമുക്ക് പറ്റണമെന്നില്ല, എങ്കിൽ പോലും അതൊന്ന് മനസ്സിൽ വെക്കുക, ഇങ്ങനെയാണ് എന്നുള്ള കാര്യം. മറ്റൊന്ന്, നമ്മുടെ എന്തെല്ലാം ഐറ്റംസ് ആണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അത് തലേ ദിവസം തന്നെ എടുത്തു വയ്ക്കുക. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ SLC മുതലുള്ള SLC, +2, ഡിഗ്രി, അതുപോലെ BEd, TTC, അതിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ KTET സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ EWSൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളുണ്ടോ അതെല്ലാം
കയ്യിൽ വെക്കുക. അതിൻ്റെ ഒരു കോപ്പിയൊന്നും വെക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. പിന്നെ പെൻ വെക്കുക. പിന്നെ ആധാർ കാർഡ് മസ്റ്റായിട്ടുള്ള ഒന്നാണ്. നിങ്ങളുടെ ബയോഡാറ്റ. മറ്റൊന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ടാബ്ലറ്റ്സ് അങ്ങനെ വല്ലതും നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ മറക്കാതെ എടുത്തു വയ്ക്കുക. പിന്നെ നമ്മുടെ ബയോഡാറ്റ, പൂരിപ്പിച്ച ബയോഡാറ്റ. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു എക്സ്ട്രാ ബയോഡാറ്റ കൂടി കോപ്പി എടുത്തിട്ട് വെക്കുക. അതിൽ ഫില്ലൊന്നും ചെയ്യേണ്ട. നമ്മുടെ ചെയ്ത ബയോഡാറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, ഏതെങ്കിലും ഒരു പേജ് മാറ്റണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ ഒരു ബയോഡാറ്റ കൂടി ഫില്ല് ചെയ്യാത്തത് നമ്മുടെ കയ്യിൽ വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് ഞാൻ ആദ്യം മുതലൊന്ന് പറയാം. നമ്മുടെ അഡ്രസ്സ്, ബയോഡാറ്റ, മറ്റൊന്നാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഡെമോൺസ്ട്രേഷൻ ക്ലാസ്, മോക്ക് ഇൻ്റർവ്യൂ നടത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനോട് ഇൻ്റർവ്യൂവിനെ പറ്റി ചോദിക്കുക. ന്യൂസ് പേപ്പർ, കറണ്ട് അഫെയർസ് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ നമ്മൾ മുൻപേ തന്നെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഇതെല്ലാം കൊണ്ടുപോകാനായിട്ട് പാകത്തിൽ നല്ലൊരു ഫയലിലോ ഫോൾഡറിലോ ഒക്കെ ആക്കി വയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർവ്യൂവിന് നന്നായി തയ്യാറായാൽ നമുക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാനും വിജയകരമായിട്ട് ഇൻ്റർവ്യൂ പൂർത്തിയാക്കാനും നമുക്ക് കഴിയും. ഓൾ ദി ബെസ്റ്റ്. കീപ് വാച്ചിങ്.